സംസ്ഥാനത്ത് കർഷകാത്മഹത്യകൾ പെരുകുന്നു. കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് 505 കർഷകരാണ്. തൃശ്ശൂരിൽ മാത്രം ആത്മഹത്യ ചെയ്തതാകട്ടെ 122 കർഷകരും. സംസ്ഥാനത്ത് ഇന്നലെയും 2 കർഷകർ ആത്മഹത്യ ചെയ്തു. 2011-2016 കാലയളവിൽ 66 കർഷകർ ആത്മഹത്യ ചെയ്തുവെന്നാണ് ഔദ്യോഗിക കണക്ക്. എന്നാൽ അനൌദ്യോഗിക കണക്കനുസരിച്ച് 500-ലധികം പേർ കടക്കണി മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇടുക്കി പൂപ്പാറയിൽ കർഷകൻ സ്വയം ചിതയൊരുക്കി ജീവനൊടുക്കിയതും തിരുവനന്തപുരം മലയൻകീഴിൽ ബാങ്കിന്റെ ജപ്തി ഭീഷണിയെ തുടർന്നുള്ള കർഷക ആത്മഹത്യയുമാണുണ്ടായത്. 2006-ൽ 224 കർഷകർ ആത്മഹത്യ ചെയ്തുവെങ്കിൽ 2010 ആയപ്പോഴേക്കും കർഷകാത്മഹത്യ ഇല്ലാതാക്കാൻ LDF സർക്കാരിനായി. എന്നാൽ തുടർന്നുള്ള ഓരോ വർഷവും കർഷകാത്മഹത്യ വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമ്പത്തിക നയം മൂലം ഇടത്തരം ദരിദ്ര കർഷകർ കൂടുതൽ കടക്കണയിൽ ആയിരിക്കുന്നുവെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. 2013-2014-ൽ കാർഷിക അഭിവൃദ്ധിക്കായി കേന്ദ്ര സർക്കാർ അനുവദിച്ച ഫണ്ടിൽ 252 കോടി രൂപയാണ് UDF സർക്കാർ ചെലവഴിക്കാതെ ലാപ്സാക്കിയത്. കൃഷിനാശവും കാർഷിക വിളകളുടെ വിലക്കുറവും കടക്കണിയും കോർപ്പറേറ്റ് വൽക്കരണവും കർഷകരെ ദുരിതത്തിലാക്കുമ്പോൾ ഫലപ്രദമായ നടപടി സ്വീകരിക്കാൻ സർക്കാരോ കൃഷിവകുപ്പോ തയ്യാറാകാത്തത് കർഷക ആത്മഹത്യയ്ക്ക് കാരണമാവുകയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. CPIM INL ഉഭയകക്ഷി ചർച്ചയിൽ സീറ്റുകൾ സംബന്ധിച്ച് ധാരണയനുസരിച്ച് INL 3 സീറ്റുകളിൽ മത്സരിക്കും. കോഴിക്കോട് സൗത്ത്, വള്ളിക്കുന്ന്, കാസർഗോഡ് എന്നീ സീറ്റുകളിലാണ് INL ജനവിധി തേടുക. കൂത്തുപറമ്പിനും വേങ്ങരയ്ക്കും പകരമായാണ് വള്ളിക്കുന്നും കോഴിക്കോട് സൗത്തും INLന് വിട്ടു നൽകിയത്. തീരുമാനം തൃപ്തികരമാണെന്ന് INL ജനറൽ സെക്രട്ടറി AP അബ്ദുൽ വഹാബ് പറഞ്ഞു. 3 സീറ്റുകളിൽ തന്നെയാണ് ഇത്തവണയും INL മത്സരിക്കുന്നത്. അക്കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. കാസർഗോഡ് അസംബ്ലി സീറ്റ്, കോഴിക്കോട് സൗത്ത്, മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് അസംബ്ലി മണ്ഡലം, ഈ 3 സീറ്റുകളിലാണ് പാർട്ടി മത്സരിക്കുന്നത്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാടെത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ വസ്ത്രം ധരിപ്പിക്കുകയോ പോലും ചെയ്തിരുന്നില്ല. ഈ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് ഉത്തരവ്. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ വ്യാഴാഴ്ച മരണപ്പെട്ട ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയതിനെക്കുറിച്ച് അന്വേഷിക്കണമെന്ന് CRPF കമാൻഡന്റ് സഞ്ജയ് ശർമ്മ ഉത്തരവിട്ടു. കഴിഞ്ഞ ദിവസം ഹരിപ്പാടെത്തിച്ച മൃതദേഹം എംബാം ചെയ്യുകയോ പൂർണ്ണമായ രീതിയിൽ മൃതദേഹത്തിൽ വസ്ത്രം ധരിപ്പിക്കുകയോ ചെയ്തില്ലെന്ന് പരാതി ഉയർന്നിരുന്നു. ഇതേ തുടർന്ന് ബന്ധുക്കൾ മൃതദേഹം ഏറ്റെടുക്കാൻ തയ്യാറായതുമില്ല. ഈ സാഹചര്യത്തിലാണ് അന്വേഷിക്കാൻ ഉത്തരവിട്ടത്. ജവാന്റെ മൃതദേഹത്തോട് അനാദരവ് കാട്ടിയ സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന് കത്തയച്ചു. സംഭവത്തെക്കുറിച്ച് സമഗ്ര റിപ്പോർട്ട് കളക്ടർ ഇന്ന് ആഭ്യന്തരമന്ത്രിക്ക് കൈമാറും. നേരത്തെ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് നാട്ടുകാരും ബന്ധുക്കളും ആവശ്യപ്പെട്ടിരുന്നു. എങ്കിലും ജില്ലാ കളക്ടർ ഇടപെട്ട് പ്രശ്നം പരിഹരിക്കുകയായിരുന്നു. പരാതിയെ തുടർന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന മൃതദേഹം ഇന്ന് ബന്ധുക്കൾ ഏറ്റെടുത്തു. മരണപ്പെട്ട ജവാൻ അനിൽ പഠിച്ചിരുന്ന സ്കൂളിൽ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ശേഷം വീട്ടുവളപ്പിൽ സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. പഠാൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാക് സംഘം പഠാൻകോട്ട് സൈനിക താവളത്തിലെത്തി. NIA ഉദ്യോഗസ്ഥരുമായി പാക് അന്വേഷണ സംഘം ചർച്ചയും നടത്തും. വിവരങ്ങളുമായി ഇപ്പോൾ മനു ശങ്കരൻ ചേരുകയാണ്. മനു, എന്തൊക്കെയാണ് അന്വേഷണം? പാക് സംഘത്തിന്റെ തെളിവെടുപ്പ് ഒക്കെ എവിടം വരെയായി? അജിംഷാദ്, ഇന്ന് രാവിലെ 11:30 കൂടിയാണ് ദില്ലിയിൽ 5 അംഗ പാകിസ്ഥാൻ അന്വേഷണ സംഘം എത്തിയത്. ISIലെ തന്നെ പ്രമുഖ ഉദ്യോഗസ്ഥർ, പാക് രഹസ്യാന്വേഷണ ഏജൻസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരാണ് ഈ 5 അംഗ സംഘത്തിലുള്ളത്. ഇവർ നാളെ NIA ഉദ്യോഗസ്ഥരുമായി കൂടിക്കാഴ്ച നടത്തും. ഈ കൂടിക്കാഴ്ചയിൽ നിലവിൽ പഠാൻകോട്ട് സൈനിക താവളം ആക്രമിച്ചതിന് പിന്നിലെ ജെയ്ഷെ മുഹമ്മദ് ഭീകരരുടെ പങ്ക് വ്യക്തമാക്കുന്ന ഇന്ത്യൻ സൈന്യം സ്വീകരിച്ച ഒപ്പം രഹസ്യാന്വേഷണ ഏജൻസികളടക്കം ശേഖരിച്ച തെളിവുകൾ മറ്റും വീഡിയോ പ്രദർശനമായി ഇവർക്ക് മുമ്പാകെ 90 മിനിറ്റ് അവതരിപ്പിക്കുന്നുണ്ട്. ഇതിനുശേഷം ഈ പാകിസ്ഥാന്റെ ഇതിന് പിന്നിലെ പങ്കടക്കമുള്ള കാര്യങ്ങൾ NIA ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദിച്ചറിഞ്ഞേക്കും എന്നൊരു സൂചനകൾ ലഭിക്കുന്നുണ്ട്. തുടർന്ന് ചൊവ്വാഴ്ചയാണ് BSFന്റെ പ്രത്യേക വിമാനത്തിൽ ഇവർ പഠാൻകോട്ട് സൈനിക താവളത്തിന് സമീപത്തെത്തുന്നത്. തുടർന്ന് സമീപവാസികളുടെയും മറ്റും മൊഴികൾ തെളിവുകളായി ശേഖരിക്കും. 17ഓളം ആളുകളുടെ മൊഴി രേഖപ്പെടുത്തുമെന്നാണ് അറിയുന്നത്. എന്നാൽ നിരോധിത മേഖലയിൽ, സൈനിക താവളത്തിലെ നിരോധിത മേഖലയിൽ കടക്കുന്നതിന് ഈ ഉദ്യോഗസ്ഥർ
ഉദ്യോഗസ്ഥർക്ക് വിലക്കുണ്ട്. ഇതിനുശേഷം ബുധനാഴ്ച ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസി ഉദ്യോഗസ്ഥരുമായി ഈ പാക് അന്വേഷണ സംഘം കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഇതുവരെയുള്ള അന്വേഷണ പുരോഗതിയുടെ വിലയിരുത്തലുകൾ ഇന്ത്യ ആരായും. ഇതിനുശേഷമാകും ഇവർ പാകിസ്ഥാനിലേക്ക് തിരിക്കുക. ഇതിനു മുമ്പായി ഇന്ത്യ ശേഖരിച്ചിട്ടുള്ള കൂടുതൽ തെളിവുകളും ഇവർക്ക് കൈമാറും എന്നാണ് അറിയുന്നത്. അജിം ഷാ. ഉയർത്തെഴുന്നേൽപ്പിന്റെ ഓർമ്മ പുതുക്കി ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുകയാണ്. ആത്മസമർപ്പണത്തിന്റെ 50 ദിവസത്തെ നോമ്പുകാലത്തിന് കൂടിയാണ് ഇന്ന് വിരാമമാകുന്നത്. യേശുദേവന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ സ്മരണ പുതുക്കി ലോകമെങ്ങുമുള്ള ക്രൈസ്തവർ ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു. പീഠാനുഭവത്തെ തുടർന്ന് കുരിശേറിയ യേശുദേവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മദിനമാണ് ഈസ്റ്റർ. ലോക മനുഷ്യവർഗത്തിന്റെ പാപപരിഹാരത്തിന് പ്രായശ്ചിത്തമായിട്ടാണ് യേശു തിരുമുറിവുകൾ ഏറ്റുവാങ്ങി നിത്യജീവനിലേക്കുള്ള വഴി അവർക്ക് തുറന്നുകൊടുത്തത്. ആ വിശ്വാസം പുതുക്കുന്നതിനായിട്ടാണ് ക്രൈസ്തവർ ഈസ്റ്ററും അതിനു മുന്നോടിയായുള്ള 50 നോമ്പ് ആചരണവും വിശുദ്ധവാരവുമൊക്കെ വർഷം തോറും ആചരിക്കുന്നത്. നീണ്ട നാളത്തെ വ്രതാനുഷ്ഠാനത്തിന്റെ അവസാനത്തിൽ വിശ്വാസികൾക്ക് പ്രത്യാശയുടെ പ്രകാശം പകർന്നുകൊടുത്തുകൊണ്ടാണ് ഓരോ ഈസ്റ്റർ ദിനവും സമാഗതമാകുന്നത്. ക്രിസ്തീയ വിശ്വാസത്തിന്റെ കാതലായ ഈ ദിനം ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ ആത്മീയാവേശത്തോടെ ആഘോഷിക്കുന്നു. ലോകം ഉയർപ്പാഘോഷിക്കുമ്പോൾ വിശ്വാസികൾ പ്രാർത്ഥനയിൽ മുഴുകും. സംസ്ഥാനത്തും ഭക്തിനിർഭരമായാണ് വിശ്വാസികൾ ഈസ്റ്ററിനെ വരവേൽക്കുന്നത്. വിവിധ ക്രിസ്ത്യൻ ദേവാലയങ്ങളിൽ ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള ഉയർപ്പ് തിരുക്കർമ്മങ്ങൾ നടന്നു. ഞങ്ങൾക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്ന് ഉത്തരമായിട്ട് ചൊല്ലുന്നു. പെസഹ തിരുത്തെളിക്കൽ, കുർബാന നവീകരണമടക്കം 4 ഘട്ടങ്ങളായാണ് തിരുക്കർമ്മങ്ങൾ നടന്നത്. എറണാകുളം സെന്റ് മേരീസ് ബസലിക്കയിൽ കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി, സെന്റ് ഫ്രാൻസിസ് അസീസി ദേവാലയത്തിൽ ബിഷപ്പ് ഫ്രാൻസിസ് കല്ലറയ്ക്കൽ എന്നിവർ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. 100 കണക്കിന് വിശ്വാസികളാണ് പാതിരാ കുർബാനയിൽ പങ്കെടുത്തത്. മലീമസമായ ജീവിതത്തെ മുഴുവൻ മറന്ന് പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുദേവനെ മനസ്സിൽ ധ്യാനിച്ച് പുതിയ മനുഷ്യരാകാനാണ് ഓരോ ഈസ്റ്റർ ദിനവും പറയുന്നത്. ന്യൂസ് ഡെസ്ക്. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയം കൂടുതൽ സങ്കീർണമാകുന്നു. എ ഗ്രൂപ്പിനെ പിളർത്താനുള്ള നാടകീയ നീക്കവുമായി VM സുധീരൻ രംഗത്തെത്തി. ആരോപണ വിധേയനായതിനാൽ ബെന്നി ബെഹനാന് തൃക്കാക്കര സീറ്റ് നൽകരുതെന്നും പകരം ഉമ്മൻചാണ്ടിയുടെ തന്നെ വിശ്വസ്തനായ PT തോമസിന് സീറ്റ് നൽകണമെന്നും സുധീരൻ ആവശ്യപ്പെട്ടു. സുധീരന്റെ നീക്കത്തിൽ ഉമ്മൻചാണ്ടി ധർമ്മസങ്കടത്തിലാണെന്നാണ് സൂചന. എന്നാൽ AICCയുടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ കേരളത്തിൽ നിന്ന് പുതിയതായി 4 പേരെ ഉൾപ്പെടുത്തിയത് സുധീരന് തിരിച്ചടിയുമായിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ തീരുമാനിക്കാനുള്ള KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിലാണ് എ ഗ്രൂപ്പിനെ പിളർക്കുന്ന തരത്തിലുള്ള നാടകീയ നീക്കവുമായി സുധീരൻ രംഗത്തെത്തിയത്. ഉമ്മൻചാണ്ടി ഗ്രൂപ്പിലെ ഒരു ചേരിയുടെ വക്താവായ ബെന്നി ബെഹനാനെതിരെ മറ്റൊരു ചേരിയുടെ വക്താവായ PT തോമസിന്റെ പേര് സുധീരൻ നിർദ്ദേശിച്ചത് എ ഗ്രൂപ്പ് കേന്ദ്രങ്ങളിൽ ഞെട്ടലുളവാക്കി. ആരോപണ വിധേയനായതിനാൽ തൃക്കാക്കര മണ്ഡലത്തിൽ ബെന്നി ബെഹനാനെ മത്സരിപ്പിക്കരുതെന്നും പകരം അവിടെ PT തോമസിനെ മത്സരിപ്പിക്കുന്നുവെന്നുമാണ് സുധീരന്റെ നിർദ്ദേശം. ഉമ്മൻചാണ്ടിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരായ 2 പേരുടെ പേരുകൾ ഉയർന്നു വന്നതോടെ ഉമ്മൻചാണ്ടി ധർമ്മസങ്കടത്തിലാകുമെന്നാണ് സുധീരന്റെ കണക്കുകൂട്ടൽ. എന്നാൽ സ്ഥാനാർത്ഥി പട്ടികയുടെ എണ്ണം കുറയ്ക്കണമെന്ന സുധീരന്റെ നിർദ്ദേശത്തെ തിരഞ്ഞെടുപ്പ് സമിതിയിലെ അംഗങ്ങൾ ഒന്നിച്ചെതിർത്തു. കോൺഗ്രസ് മത്സരിക്കുന്ന 14 മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് മാത്രമാണ് നിർദ്ദേശിക്കാൻ തെരഞ്ഞെടുപ്പ് സമിതി യോഗം തീരുമാനിച്ചത്. പുതുപ്പള്ളി, ഹരിപ്പാട്, തിരുവനന്തപുരം സെൻട്രൽ, അരുവിക്കര, വട്ടിയൂർക്കാവ്, പറവൂർ, കോട്ടയം, തൃത്താല, ആലുവ, മൂവാറ്റുപുഴ, സുൽത്താൻ ബത്തേരി, മാനന്തവാടി, വണ്ടൂർ എന്നീ സീറ്റുകളിൽ സിറ്റിംഗ് MLAമാരുടെ പേരുകൾ മാത്രമേയുള്ളൂ. പത്തനാപുരത്ത് സിനിമാ താരം ജഗദീഷിൻ്റെ പേര് മാത്രമാണ് KPCCയുടെ തെരഞ്ഞെടുപ്പ് സമിതി ഹൈക്കമാൻഡിന് നിർദ്ദേശിച്ചിരിക്കുന്നത്. അഴിമതി ആരോപണ വിധേയനായ K ബാബു, അടൂർ പ്രകാശ് എന്നിവരെ യാതൊരു കാരണവശാലും കോൺഗ്രസ് പട്ടികയിൽ ഉൾപ്പെടുത്തരുതെന്നാണ് സുധീരൻ്റെ വാദം. 28-ന് ചേരുന്ന കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ യോഗത്തിൽ അന്തിമ പട്ടിക ഉണ്ടാക്കാമെന്നാണ് കരുതുന്നത്. അതിനിടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ I ഗ്രൂപ്പിൻ്റെ പ്രതിനിധിയായി രമേശ് ചെന്നിത്തലയും K മുരളീധരനും എ ഗ്രൂപ്പിൽ നിന്ന് ആര്യാടൻ മുഹമ്മദും കൊടിക്കുന്നിൽ സുരേഷും ഇടം പിടിച്ചു. ഇതോടെ കേരളത്തിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്ന സമിതിയുടെ എണ്ണം 11ആയി മാറി. സ്ക്രീനിംഗ് കമ്മിറ്റി വിപുലപ്പെടുത്തിയത് സുധീരന് തിരിച്ചടിയായിരിക്കുകയാണ്. സാധാരണഗതിയിൽ പാർലമെന്ററി പാർട്ടി ലീഡറും പ്രദേശ് കോൺഗ്രസ് പ്രസിഡന്റുമല്ലാതെ മറ്റാരും സ്ക്രീനിംഗ് കമ്മിറ്റി അംഗങ്ങളാവാറില്ല. ഈ കീഴ്വഴക്കം തെറ്റിച്ച് 4 അംഗങ്ങളെ ഉൾപ്പെടുത്തിയതോടെ സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ നിന്നും അന്തിമ തീരുമാനമുണ്ടാവില്ലെന്നുറപ്പായി. അങ്ങനെ വന്നാൽ 30-നോ 31-നോ ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതിയിലാവും കേരളത്തിലെ സ്ഥാനാർത്ഥി പട്ടികയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എസ് ജീവൻകുമാർ, തിരുവനന്തപുരം. UDF മന്ത്രിമാർക്കെതിരെ സംസ്ഥാനത്ത് 139 കേസുകൾ. മുഖ്യമന്ത്രിക്കെതിരെ മാത്രം 32 കേസുകളാണ് കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്തത്. മന്ത്രിമാർക്കെതിരെ ഇത്രയധികം കേസുകൾ രജിസ്റ്റർ ചെയ്ത മന്ത്രിസഭ നേരത്തെ ഉണ്ടായിട്ടില്ല.
സംസ്ഥാന ലോകായുക്ത മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് 31 കേസുകളാണ്. 14 കേസുകളുമായി മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ടാം സ്ഥാനത്തുണ്ട്. മന്ത്രി PK അബ്ദുൾ റബ്ബിന്റെ പേരിലുള്ളത് 11 കേസുകൾ. മന്ത്രിസഭ അധികാരമേറ്റതു മുതൽ 2016 ഫെബ്രുവരി വരെയുള്ള കണക്കാണിത്. ചില കേസുകളിൽ ഒന്നിലധികം മന്ത്രിമാർ എതിർകക്ഷികളാകാറുണ്ട്. മുഖ്യമന്ത്രി ഉൾപ്പെടെ മന്ത്രിസഭയിൽ 19 മന്ത്രിമാർക്കെതിരെ 139 കേസാണ് ലോകായുക്ത എടുത്തതെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. വൻ വിവാദം സൃഷ്ടിച്ച പാറ്റൂർ കളമശ്ശേരി ഭൂമി തട്ടിപ്പുകൾ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിലാണ് മുഖ്യമന്ത്രിക്കെതിരെ ലോകായുക്തയിൽ കേസുള്ളത്. മറ്റു മന്ത്രിമാർക്കെതിരെയുള്ള കേസുകളുടെ എണ്ണം ഇപ്രകാരമാണ്. മന്ത്രി KP മോഹന് 5 കേസുകളുണ്ട്. അടൂർ പ്രകാശ് 8, മഞ്ഞളാംകുഴി അലി 8, ആര്യാടൻ മുഹമ്മദ് 1, CN ബാലകൃഷ്ണൻ 6 കേസുകൾ, PJ ജോസഫ് 6 കേസുകൾ, VS ശിവകുമാർ 10, VK ഇബ്രാഹിം കുഞ്ഞ് 8, KC ജോസഫ് 2, KM മാണി 8, അനൂപ് ജേക്കബ് 2, PK കുഞ്ഞാലിക്കുട്ടി 2, രമേശ് ചെന്നിത്തല 9, MK മുനീർ 3, K ബാബു 6 കേസുകൾ, ഷിബു ബേബി ജോൺ 1 കേസ് എന്നിങ്ങനെയാണ് കണക്കുകൾ. മുഖ്യമന്ത്രിയും കക്ഷിയായുള്ള പരാതികളുടെ പ്രത്യേക രജിസ്റ്റർ കാര്യാലയത്തിൽ സൂക്ഷിക്കുന്നില്ലെന്നും ഫയലിംഗ് രജിസ്റ്റർ പരിശോധിച്ചതിൽ നിന്ന് രജിസ്റ്റർ ചെയ്തതായി കണ്ട പരാതികളുടെ എണ്ണമാണ് നൽകിയിരിക്കുന്നതെന്നും ലോകായുക്ത പറയുന്നു. 2016 ഫെബ്രുവരി 20 വരെ മുഖ്യമന്ത്രിക്കും മറ്റു മന്ത്രിമാർക്കുമെതിരെ 51 പരാതികളിലാണ് തീർപ്പ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാലയ്ക്ക് ലഭിച്ച രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. IAS, IPS ഉദ്യോഗസ്ഥർ കക്ഷികളായി വരുന്ന പരാതികൾക്ക് പ്രത്യേക രജിസ്റ്റർ സൂക്ഷിക്കുന്നില്ല. ന്യൂസ് ഡെസ്ക് പീപ്പിൾ TV. കവി പ്രഭാവർമ്മയുടെ ശ്യാമമാധവത്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ ചുമർ ചിത്രങ്ങളുടെ പ്രദർശനം മലപ്പുറത്ത് തുടങ്ങി. വർണ്ണരേഖ ചിത്രാക്കൂട്ടായ്മയാണ് മലപ്പുറം DTPCയുമായി ചേർന്ന് സംയുക്ത ആഭിമുഖ്യത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിച്ചത്. കൃഷ്ണന്റെ സ്വയം വിചാരണകളാണ് ശ്യാമമാധവത്തിൽ. യുദ്ധവും പ്രണയവും സാമ്രാജ്യ സ്ഥാപനവുമെല്ലാം പുനരാലോചന നടത്തുന്നു. കവിയുടെ അപാരമായ ഭാവനാലോകം 3 പേർ ചേർന്നാണ് ചുമർ ചിത്രങ്ങളായി രൂപപ്പെടുത്തിയത്. സ്വന്തം കവിതയുടെ വായനയുടെയും ഭാവനയുടെയും പുതിയ സാധ്യതകൾ കണ്ട സന്തോഷം കവി പ്രഭാവർമ്മ പങ്കുവച്ചു. ശ്യാമമാധവത്തിന് രൂപം നൽകിയ എൻ്റെ മനസ്സ് തീർച്ചയായും ഈ ചിത്രകല കാണുമ്പോൾ ശ്യാമമാധവത്തിലെ വിവിധങ്ങളായിട്ടുള്ള നാടകീയ മുഹൂർത്തങ്ങളുടെ ചിത്രാഖ്യാനം കാണുമ്പോൾ വളരെയേറെ സന്തോഷം കൊണ്ട് സ്പന്ദിക്കുന്നുണ്ട് എന്ന് പറയാൻ എനിക്ക് സന്തോഷമുണ്ട്. കവി തന്നെയാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. 1.5 വർഷത്തോളമുള്ള കഠിനാധ്വാനമാണ് ഈ അപൂർവ ചിത്ര പ്രദർശനം. അതിന് ആ കവിത വായിച്ച എല്ലാവർക്കും അതിൽ ഓരോ ഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മൾ വരുന്ന അതേ രീതിയിൽ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. പിന്നെ കവിയുടെ തീവ്രമായ അത്രയും ആ ഭാവന ഉൾക്കൊണ്ട് നമുക്ക് പറ്റിയിട്ടുണ്ടോ എന്നുള്ളത് പ്രേക്ഷകരെ തീരുമാനിക്കണം, നമ്മളല്ല. ബാബുരാജ് എളങ്കൂർ, PV നാരായണൻകുട്ടി, വിനോദ് പൂക്കളത്തൂർ എന്നിവരാണ് ചിത്രങ്ങൾക്ക് ജീവൻ നൽകിയത്. കോട്ടക്കുന്ന് ആർട്ട് ഗ്യാലറിയിൽ നടക്കുന്ന പ്രദർശനം ഈ മാസം 30-ന് സമാപിക്കും.